ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരനെ, തൃശ്ശൂർ കല്ലംകുളം എന്ന ധ്യാന സെൻറ്ററിൽ ധ്യാനം നടക്കുന്നുവെന്നും അവിടെ നല്ല ക്ലാസ്സുകളും കുമ്പസാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഞാനും കൂടി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിരുന്നു. അപ്പോൾ റൂട്ട് വരച്ച് അത് എഴുതി തരണമെന്ന് പറഞ്ഞ് 2-3 സഹോദരിമാർ ആവശ്യപ്പെട്ടനുസരിച്ച് അങ്ങോട്ട് വരുന്ന വഴിയും റൂട്ടുകൾ ഞാൻ എഴുതി കാണിക്കുകയാണ്. അത് ഇപ്രകാരമാണ്, നിങ്ങളത് ശ്രദ്ധിച്ചു വെക്കണം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. അതായത് നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക. ഇത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതാണ് കാസർഗോഡ്. കാസർഗോഡ് നിന്ന് ഷൊർണൂരേക്ക് വരിക. കാസർഗോഡ് നിന്ന് ഷൊർണൂരേക്ക് വരിക. കാസർഗോഡ് നിന്ന് ഷൊർണൂരേക്ക് വന്നിട്ട് ഷൊർണൂർ ഇറങ്ങുക. ഇവിടെ ഇത് ഷൊർണൂർ ഇറങ്ങുക. ഷൊർണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ബസ്സിൽ കയറി വാഴക്കോട് ഇറങ്ങുക. വാഴക്കോട് ഇറങ്ങിയിട്ട് അവിടുന്ന് പഴയന്നൂർ ചേലക്കര ബസ്സിന് കയറുക. എന്നിട്ട് കല്ലംകുളത്ത് ഇറങ്ങുക. അപ്പോൾ അതിവിടെ കല്ലംകുളം കാണിച്ചിട്ടുണ്ട്, കല്ലംകുളം. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ വടക്കാഞ്ചേരി സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങുക, ഇല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങുക. വടക്കാഞ്ചേരി ഇറങ്ങിയാൽ പഴയന്നൂർ ചേലക്കര ബസ്സിൽ കയറി കല്ലംകുളം എന്ന് പറഞ്ഞ് ഇറങ്ങുക. കല്ലംകുളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ കല്ലംകുളം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിവിടെയും കല്ലംകുളം കാണിച്ചിട്ടുണ്ട്. കല്ലംകുളം. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. കാസർഗോഡ് ഭാഗത്ത് വരുന്നവർ ഷൊർണൂർ ഇറങ്ങുക. അവിടുന്ന് തൃശ്ശൂർ ബസ്സിൽ കയറി വാഴക്കോട് എന്ന സ്ഥലത്ത് ഇറങ്ങുക. വാഴക്കോട് എന്ന സ്ഥലത്ത് ഒരു കവലയിൽ അവിടെ ഇറങ്ങി നിൽക്കുക. അപ്പോൾ പഴയന്നൂർ ചേലക്കര ബസ് വരും. അതിൽ കയറി കല്ലംകുളം എന്ന് ടിക്കറ്റ് എടുക്കുക. കല്ലംകുളത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്പം ഒരു 20 മീറ്റർ മുന്നോട്ട് കടന്നാൽ നോർബർട്ടൻ ഫാദേഴ്സിൻ്റെ ആശ്രമത്തിൻ്റെ ബോർഡ് കാണാൻ പറ്റും. അങ്ങോട്ട് കയറി ചെന്നാൽ കാര്യങ്ങൾ ഓക്കെ. അവനെ തിരുവനന്തപുരത്ത് വരുന്നവർ വടക്കാഞ്ചേരി ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുക. വടക്കാഞ്ചേരി സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുക. വടക്കാഞ്ചേരി സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ എളുപ്പം അതാണ്. അവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് പഴയന്നൂർ ചേലക്കര ബസ്സിൽ കയറി കല്ലംകുളത്ത് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടെ കല്ലംകുളത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചാൽ അവിടെ പറഞ്ഞു തരും. എവിടെ ഈ ധ്യാനസനം ചോദിച്ചാൽ ഒരു 20 മീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് റോട്ടിൽ കൂടെ നടന്നിട്ട് പിന്നെ ഒരു 20 മീറ്റർ ഉള്ളിലേക്കും കയറണം. അത്രയേ ഉള്ളൂ. അപ്പോൾ സംശയങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ ഷൊർണൂരാണ് ഇറങ്ങേണ്ടത്. വടക്കാഞ്ചേരി സ്റ്റോപ്പ് ഇല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങുക. ഷൊർണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് വരുന്നവർ വരുന്ന പോലെ തന്നെ തൃശ്ശൂർ ബസ്സിൽ കയറി വാഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുക. വാഴക്കോട് നിന്ന് അവിടെ നിൽക്കുക. അവിടെ നിൽക്കുമ്പോൾ പഴയന്നൂർ ചേലക്കര ബസ് വരും. അതിൽ കയറി കല്ലംകുളത്ത് ഇറങ്ങുക. അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. അപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതനുസരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ നമ്പർ എഴുതാം നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. 97 78 17 22 83. ഈ നമ്പറും കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ തരുന്നത്. 97 78 17 22 83. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, അവിടെ വരിക. ഇനി ചില കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പല വൈദികരുടെയും ക്ലാസ്സുകളിലും മുന്നറിയിപ്പുകളായിട്ട് അരി മേടിച്ച് വെക്കണം, മരുന്ന് മേടിച്ച് വയ്ക്കണം, നിങ്ങൾ ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് കേൾക്കാറുണ്ട്. അതുതന്നെ ഞാനും ആവർത്തിച്ച് പറയുന്നു. ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ചുരിദാറുകൾ ഉണ്ടാകാൻ പാടില്ല, ബർമൂഡകൾ ഉണ്ടാകാൻ പാടില്ല, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണ് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഒരു 3 മാസമോ 6 മാസമോ കൊണ്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ പറയും നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ വീട്ടിൽ നിന്നും എടുത്ത് മാറ്റണം, അതിൻ്റെ ഉപയോഗം നിർത്തണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യും. അപ്പോൾ നിങ്ങളത് ഉപയോഗം മാറ്റുക. അത് അത്യാവശ്യം ഒരു ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗത്തെ പരിമിതപ്പെടുത്തുക. ഒരു വീട്ടിൽ ഒരു ഫോണിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കർത്താവ് പരിശോധിക്കും. നമ്മൾ മൊബൈലിടുന്ന പൈസയ്ക്ക് പോലും കർത്താവിൻ്റെ വില കണക്കുണ്ട് എന്ന് നമ്മൾ നല്ലവണ്ണം ഓർക്കണം. കർത്താവിൻ്റെ വിധി വരുന്ന അഗ്നിയിലൂടെയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അഗ്നി കൊണ്ടാണ് കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കർത്താവ് വരുമ്പോൾ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, അഗ്നിയുടെ മുമ്പിൽ പിടിച്ചിരിക്കണമെങ്കിൽ വിശുദ്ധി, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചിരിക്കണം.
അല്ലെങ്കിൽ നമ്മൾക്ക് വീണു പോകും, മരിച്ചു പോകും, പിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നീങ്ങേണ്ട കാര്യമാണ്. ലോകം അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് വരികയാണ്, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധാപൂർവം, ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിക്കുന്നത് ആര്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിക്കുന്നത് ആരാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മുടെ ഇനിയുള്ള കാര്യങ്ങളെ ക്രമീകരണങ്ങൾ ചെയ്യാൻ. അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മറ്റൊരു കാരണം പറയാൻ വേണ്ടി ആ കാരണം പറയാം. അത് ആദ്യം സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനമാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തി പറയുകയാണ് മറ്റൊരു കാരണം പറയാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ ജെറുസലേമിനെ പാരമ്പര്യ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും, കർത്താവ് അരുളിച്ചെയ്യുന്നു. അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും, ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്യ യൂദാമരത്തെ കടാക്ഷിക്കും. അതായത് ജെറുസലേമിൻ്റെ പുതിയ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഈ സംഭവങ്ങൾ, ആഗോള യുദ്ധം തുടങ്ങുന്നത് എന്ന് വിശുദ്ധ എഴുതിയിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ആരാണ് ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും അത് ഉക്രൈനിലേക്ക് ബോംബിടുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത് റഷ്യ ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ അണുബായുധം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന റഷ്യ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വാർത്ത കേൾക്കുന്നത്. എന്നാൽ അതല്ല. അവിടെ ശരിക്കും നമ്മൾ ഈ വിവരങ്ങളൊന്ന് പഠിക്കുമ്പോൾ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ലോകത്ത് അണുവായുധം ഉപയോഗിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് അതിൻ്റെ എതിർ രാഷ്ട്രങ്ങളിലേക്ക് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അത് എഴുതി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം, ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു, ആകയാൽ ഞാൻ ഹസായേലിൻ്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും, ബെൻദാദിൻ്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ 1-ാം അധ്യായം തന്നെ 7-ാം തിരുവചനത്തിൽ പറയുന്നത്, ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നി അയക്കും. വീണ്ടും 1:10 വരുമ്പോൾ ഞാൻ ടൈറിൻ്റെ മതിൽമേൽ അഗ്നി അയക്കും. അവിടുന്ന് വീണ്ടും കുറച്ച് 12-ാം വചനത്തേക്ക് വരുമ്പോൾ തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടികൾ, ജെറുസലേം ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് റഷ്യയുടെ നേതൃത്വത്തിലും ഇസ്രായേലിനെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലും ഇസ്രായേലിനെതിരെ വലിയ ശക്തി വ്യൂഹം, വലിയ ശക്തിയായിട്ട്, ഇപ്പോൾ അവസ്ഥയൊന്നുമല്ല, ലോകരാഷ്ട്രങ്ങളൊക്കെ പകുതിയായിട്ട് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ വരും. അങ്ങനെ ശക്തമായിട്ട് വരുന്ന സമയത്ത് ഈ മതിലിന്മേൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ, ഇസ്രായേലിന് ചുറ്റുമുള്ള എതിർ രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങളുടെ മതിലിന്മേൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മതിൽ അവരുടെ രാഷ്ട്രത്തിൻ്റെ അതിരുകൾ, 2 മതിൽ എന്ന് പറഞ്ഞാൽ പട്ടാള വ്യൂഹത്തിൻ്റെ മതിലുകൾ, അങ്ങനെയുള്ളവരുടെ മേൽ ഇസ്രായേൽ അഗ്നി അയക്കും എന്ന് പറഞ്ഞാൽ അണുബോംബ് ഇടും എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ അത് ആ പശ്ചാത്തലം വരുമ്പോൾ ഇപ്പോൾ ഒന്നും ഇടുകയില്ല, ഇപ്പോൾ ഒന്നും അങ്ങനെ സംഭവിക്കില്ല. അത് 27-ലാണത് ആരംഭിക്കുന്നത്. അത് അങ്ങനെയാണ് ആദ്യത്തെ അണുബോംബിൻ്റെ സ്ഫോടനം നടക്കുന്നത്. ആ സ്ഫോടനത്തോടു കൂടി പിന്നെ അണുബോംബിൻ്റെ സ്ഫോടനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അതെല്ലാം ബഹിരാകാശത്ത് വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള യുദ്ധങ്ങൾ മുന്നോട്ട് നീങ്ങും. ഇപ്പോഴൊന്നും ഒരു കാരണവശാലും റഷ്യ അണുബോംബ് എടുത്ത് ഉപയോഗിക്കുകയില്ല. അങ്ങനെ പക്ഷേ നമ്മൾ കരുതിയിരിക്കണം. കാരണം സാത്താനാണ് ഇപ്പോൾ ഇനി പ്രവർത്തിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും സാത്താന് ഒരു സന്ദേശം കൊടുക്കാൻ എടുത്ത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇടാം. പക്ഷേ എന്നാൽ ദൈവവചനപ്രകാരം ഇത് പെട്ടെന്ന് സംഭവിക്കുകയില്ല. 27-ൽ ആണ് ആദ്യമായിട്ട് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പോൾ ചില വ്യക്തികളൊക്കെ വിളിച്ചിട്ട് പറയുന്നത് ഇനിയും 2 വർഷം ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും 2 വർഷം ഇല്ല. ഇനി ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പെട്ടെന്ന് ട്രംപൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഗതി മാറിയിട്ടുള്ള യുദ്ധങ്ങളുണ്ടാവും. മറ്റ് ചില രാഷ്ട്രങ്ങളുടെ അധിനിവേശം വീണ്ടും വരും. അപ്പോൾ അവിടെയും ആഗോള യുദ്ധം വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരത്തിൻ്റെ ആ സ്വാതന്ത്ര്യം, ആ സാഹചര്യം ഒക്കെ മാറ്റം വരും. പെട്ടെന്ന് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയേക്കാം, വിമാന സർവീസുകൾ റദ്ദാക്കിയേക്കാം, വാഹന ഗതാഗതം പെട്ടെന്ന് എന്തെങ്കിലും ബ്ലോക്കുകൾ വന്നേക്കാം, പെട്രോൾ ഡീസലിൻ്റെ അളവ് കിട്ടാതെ വന്നേക്കാം. ഇങ്ങനെ 100 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയമാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ 6 മാസമേ മാക്സിമം ഇനി ലോകത്തിന് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനുള്ള സ്വാതന്ത്ര്യം, അതായത് നോർമൽ കേസിലുള്ളൂ. പിന്നെ ദൈവം അനുവദിച്ചാൽ ഒരു 25 എന്ന കാലഘട്ടം മുഴുവനും ഉണ്ടാവും.
അതേ ഉള്ളൂ. 26-ലൊന്നും നമുക്ക് ധ്യാനം കൂടാനോ പോകാനോ വരാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷമോ അതിൻ്റെ സമാശ്വാസവും നമുക്ക് ലഭിക്കുന്നതല്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ നല്ല കുമ്പസാരിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രത്യേക രീതിയിൽ ഒരുങ്ങി കാത്തു നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റുകയുള്ളൂ, കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സംരക്ഷണം ഉണ്ടാവുകയില്ല, അതിൻ്റെ വേദന വളരെ വലുതായിരിക്കും. അതിനാൽ ഈ തന്ന ചാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ ചാർട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ധ്യാന സെൻറ്ററിലേക്ക് വരിക. ഇവിടെ മനോഹരമായ ധ്യാനങ്ങളും വലിയ ആരാധനകളും പൈശാചികതകളെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടും പൂർവ്വപിതാക്കന്മാരുടെ ശാപത്തിൻ്റെ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചുകൊണ്ടും പ്രത്യേക വരം ബ്രദർ ഉപയോഗിച്ചുകൊണ്ട്, റാഫേൽ ബ്രദർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉള്ളത്. പിന്നെ അവിടെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള അഭിഷേക ആരാധനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വിടുതൽ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് മനുഷ്യന് ഒരുങ്ങുവാൻ ഒരു അന്തിമ സനാതന സുവിശേഷത്തിൻ്റെ ഒരു തുടക്കം ഇപ്പോൾ ആരംഭിക്കുകയാണ്. 13-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. അതിനാൽ എല്ലാവരും കഴിയുന്നത്ര ആളുകൾ വന്ന് വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങിക്കൊള്ളുക. ലോകം അതിൻ്റെ അന്തിമ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ചാർട്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവിടെ സെൻറ്ററിൽ വന്ന് ഒരുങ്ങാനായിട്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മെല്ലാം സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ.